പുതിയൊരിടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻസ് കാര്യമൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി കുറച്ചായിട്ട് കയ്യിലില്ല കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞ് കാണും നമ്മളെ വണ്ടി കൊണ്ട് കൊടുത്തിട്ട്. പക്ഷേ ഇന്നലെയാണ് ഓന് വണ്ടിയെല്ലാം അയച്ച് പീസാക്കിയിട്ട് പരിപാടി തുടങ്ങിയത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മളെ വണ്ടി മൊത്തത്തിലൊന്ന് പണിയാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്, ആലോചിച്ച് ചെയ്തൊരു തീരുമാനമാണ്. വണ്ടീൻ്റെ കണ്ടീഷൻ എന്തായാലും അത്യാവശ്യം മോശമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പെയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ടുണ്ട്. അപ്പം വീണ്ടും പെയിൻറ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ പരക്കോട്ടാണ്. പരക്കോട്ട മീൻസ് ഞാൻ ഒരുവിധം എല്ലാ സമയവും എവിടേക്കും പോകാനുള്ളതും കൂടുതൽ ഒരു 70% നമ്മൾ സ്പ്ലെൻഡറാണ് യൂസ് ചെയ്യുക ഓട്ടത്തിന്. ബാക്കി 30% മാത്രമേ RC യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഞാൻ RC അങ്ങനെ കൊണ്ടുനടക്കുന്നത്. RC എന്ന് പറയുമ്പോൾ നമ്മളെ ലോക്കൽ ഓട്ടത്തിൽ ഓടാൻ അത്ര കംഫർട്ടബിൾ അല്ല വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും പിന്നെ മൈലേജൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പ്ലെൻഡറാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ സ്പ്ലെൻഡറാണ് ഞാൻ ഓടിക്കാറ്. അപ്പോൾ ഇനി വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതെനിക്ക് കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹം. ഇനി പിന്നെ ഞാൻ കുറേ ആലോചിച്ച് എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ള. മുമ്പൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു രീതിക്കും ഞാൻ സാറ്റിസ്ഫൈ അല്ലേ ഇനി വണ്ടി കിട്ടിയ സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശം ഇനി വണ്ടീൻ്റെ പെയിൻറ്റിങ് എന്ന് എനിക്കറിയാം. അത് ഇന്നെ പരിചയമുള്ള എല്ലാവരും എന്നോട് പറഞ്ഞും ചെയ്ത്. വണ്ടി പെയിൻറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി പെയിൻറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയാം. ഞാൻ ഈ റോട്ടിലൂടെ പോണ ഒരു വണ്ടി കണ്ട് ആ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആ വണ്ടീൻ്റെ പിന്നാലെ പോയി എന്ത് ചെയ്താണ് ആ ഒരു പെയിൻറ്ററെ കണ്ടുപിടിച്ച് കൊണ്ട് കൊടുത്തതിന്. പക്ഷേ അതെല്ലാം മൂഞ്ചി, ആകെ അടപടലെ മൂഞ്ചി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിൻ്റെ അടുത്താണ് ഞാൻ ഈ വർക്കിന് കൊടുത്തിട്ടുള്ളത്. അതിനുള്ള കാരണം എന്ന് പറയുമ്പം അൻസിൻ്റെ അടുത്ത് നിന്ന് പെയിൻറ്റ് ചെയ്ത വണ്ടികളെല്ലാം കണ്ടപ്പം, അൻസിൻ്റെ അടുത്ത് 2 പെയിൻറ്ററുണ്ട്. ഒന്ന് ഒരു മാസമൊക്കെ പിടിക്കുന്ന അറിഞ്ഞ് ഒരാൾ, മൂപ്പര് അടിപൊളി പെയിൻറ്റാണ്. മൂപ്പര് ചെയ്ത വർക്കൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ലേറ്റായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അൻസിൻ്റെ അടുത്ത് നിന്ന് ബാക്കിയുള്ള വർക്കെല്ലാം ചെയ്തിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി നിന്നൊരു സംഭവമാണ്. പക്ഷേ അൻസിൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ള വർക്കിനൊക്കെ പോയപ്പോൾ എനിക്ക് എന്തായി, ഭയങ്കരമായിട്ട് ലേറ്റായി ഓൻ്റെ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യണമെന്ന്. ഞാനും ഫസ്റ്റിലും കൂടെ ഇനി പോയിന് അവിടെ തന്നെ തീരുമാനിച്ചു ഓൻ്റെ അടുത്ത് തന്നെ ഫുൾ വർക്കിന് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു വന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ആലോചിച്ച്, നല്ല രീതിക്ക് തന്നെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും ഒരു മാസത്തിന് മേലെ പിടിക്കുന്നു. അവനൊരു സമയമെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം ആ ഒരു സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഞാനൊരു 2 ദിവസം മുമ്പ് പോയിനി. അപ്പോൾ അന്നൊന്നും ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല. അന്ന് ഒന്നാമത് രാവിലെ എണീറ്റപ്പോൾ തന്നെ സമയം വളരെ നേരം വൈകി. തലേന്ന് വേറെ ഒരു പരിപാടി ഉണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരം വൈകി വന്ന് ഉറങ്ങി. ഞാൻ നേരെ നീച്ച് ഡ്രസ്സ് ഇട്ട് ചായയും കുടിച്ച് ഒറ്റ പോക്ക് പോയതാണ് അൻസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇൻട്രോ ഒക്കെ പിന്നെ എടുക്കാന്നുള്ള രീതിക്ക്. കാരണം പോയി വന്നിട്ട് വേറെയും കുറേ പരിപാടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് വന്ന്. പിന്നെ എനിക്ക് വീഡിയോ കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുക്കണേന് ഓൺ വോയിസ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് വണ്ടിൻ്റെ അന്നത്തെ ഒരു വിഷ്വലി, അന്നത്തെ ഒരു ക്ലിപ്പുകളൊക്കെ ഞാൻ ഇപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പോയ അന്ന് ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കേനി. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വാ. അങ്ങനെയുള്ള വണ്ടി ഞാൻ ഇന്നലെ ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ള് അയച്ച് പീസാക്കിയിട്ട്, അതായത് ഓരോ സംഭവം ഓരോ പാർട്ടാക്കി പീസാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്യാനുള്ള രീതിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ ദിവസമാണ് 15-ാം തീയതി. അപ്പോൾ ഇന്നും ഇന്നലെയും അവരുടെ ലീവാണ്. അപ്പോൾ നാളൊക്കെ ആയിട്ട് കൊണ്ടുവരാനാണ് അങ്ങേര് പറഞ്ഞത് പെയിൻറ്റിങ്ങിന്. അപ്പോൾ ഓന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പെയിൻറ്റിങ്ങിന് കൊണ്ടു കൊടുക്കുന്നതാണ് വിളിച്ചപ്പോൾ എനിക്ക് പറഞ്ഞത്. ഓൻ അപ്ഡേഷനൊക്കെ ജസ്റ്റ് ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യണമെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ആക്കിയിട്ടോ. നിങ്ങളാണ് കൂടുതൽ നമ്മളെ വണ്ടിയെ എന്താ പറയുക യൂട്യൂബിൽ ഇതിലൊക്കെ കാണണേ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും എനിക്കുള്ളൊരു അഭിപ്രായം എന്ന് പറയുമ്പം, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പം അതിൻ്റെ എല്ലാ എന്താ പറയുക സ്പെക്കാളും ഒരു ടോട്ടലി ചേഞ്ച് വേണം. പിന്നെ മൊത്തത്തിലൊരു ചേഞ്ച് വേണം, നല്ലൊരു മാറ്റം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ രീതിക്കാണ് പണിയാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതായത് കളർ സെലക്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, ബ്ലാക്ക് തന്നെ ആണെങ്കിൽ ബ്ലാക്ക് തന്നെ ആക്കുക. അത് സെലക്ട് ചെയ്യാൻ ഇപ്പോഴും ടൈം ഔട്ട് ആയിട്ടില്ല, ഇപ്പോഴും സമയമുണ്ട്. അതുപോലെ സ്പെക്കിൽ ചേഞ്ച് വരുത്താനും ഇപ്പോഴും സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രാഫിക്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും സമയമുണ്ട് സെലക്ട് ചെയ്യാൻ. ഇതായിട്ടുള്ളൊരു രീതിക്കായിരിക്കും പണിയുന്നത്. എനിക്ക് എന്തായാലും കോമൺ ആയിട്ട് എല്ലാവരെയും കാണുന്ന സംഭവങ്ങൾ വേണ്ട, മൊത്തത്തിലൊരു ചേഞ്ച് വേണമെന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു പണിക്ക് കയറ്റി തന്നെ. എല്ലാവരും ചെയ്യേണ്ടത് ചെയ്തിട്ട് ഇപ്പം എന്താ,
എല്ലാവരും കാണുന്ന പോലെ ആവില്ല നമ്മളെ വണ്ടിയും. അപ്പോൾ ഒരു ചേഞ്ച് വേണമെന്നുള്ള രീതിക്ക് എത്രത്തോളം ഇത് അടിപൊളിയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം അടിപൊളിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടും ഓരോ ചെറിയ ചെറിയ സ്പെക്കാണെങ്കിലും ഒരു ചേഞ്ച് എല്ലാവരും ചെയ്യുന്നതിൽ നിന്നൊരു ചേഞ്ച് എന്നുള്ള രീതിക്ക് പല സംഭവങ്ങളും ഓൾറെഡി കളക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പല സംഭവങ്ങളും ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളും എന്താ പറയുക, എന്തൊക്കെ മാറ്റം വേണം, ഇന്നത് ചെയ്യണം, അത് ചെയ്യണ്ട, അങ്ങനെയൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കമൻ്റ് അയയ്ക്കുക. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും എന്ത് ചെയ്യും, നിങ്ങൾ എൻ്റെ വണ്ടി എങ്ങനെ ആവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം പറഞ്ഞില്ല, പ്രത്യേകിച്ചൊരു കണ്ടൻറ്റൊന്നും ഇല്ല. അപ്പോൾ വണ്ടി ഇങ്ങനെ കിടപ്പിലാണ്, വണ്ടി ഡോക്ടറെ അടുത്ത് അഡ്മിറ്റാണ്. സോ അതാണ് കാര്യം. പിന്നെ വണ്ടി ഇറങ്ങിയിട്ട് മിക്കവാറും പിസ്റ്റൺ പണിയൊക്കെ എടുക്കേണ്ടി വരും. പിസ്റ്റൺ ഏകദേശം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം ഓടും. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് 1 കൊല്ലമോ 1.5 കൊല്ലമൊക്കെ ആയിട്ട് ഇനിയും ഓടുന്നതാണ്. ഓയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഓയിൽ കുറയുന്നില്ല, എന്നാലും ഓയിൽ കത്തുന്നൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റേജാണ് വണ്ടീൻ്റെ. എന്തായാലും ഒന്നും കൂടെ ഷാർപ്പായിട്ട്, ഒന്നും കൂടെ ലൗഡായിട്ട് ആ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ഞാൻ പണിയുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷു ദിവസത്തിൽ ഞാൻ ഒരു ഹാപ്പി വിഷു പറയാണ്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആരും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.